നമുക്ക് സമീർ സി മുഹമ്മദിലേക്ക് പോകാം. നേരത്തെ കെ.സി. വേണുഗോപാൽ സംസാരിച്ചപ്പോൾ സമീർ അദ്ദേഹം പറഞ്ഞത് ഷാഫി പറമ്പിൽ എംപിക്ക് 3 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ വേണ്ടി വന്നു എന്നതാണ്. ഷാഫിയുടെ മൂക്കിലെ എല്ലിന് 2 പൊട്ടലുണ്ട് എന്നതായിരുന്നു നേരത്തെ പുറത്തു വന്ന വിവരം. 3 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ കഴിഞ്ഞാണ് ഷാഫി ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്നത് എന്നാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞത്. എന്താണ് ഷാഫിയുടെ ആരോഗ്യനില സംബന്ധിച്ച് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ? നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് സമീർ? അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി MP ഷാഫിയെ ഫോണിൽ വിളിച്ച് ആരോഗ്യ കാര്യങ്ങൾ അന്വേഷിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. സമീർ, അതിന്റെ വിശദാംശങ്ങൾ കൂടി. GK, ഇന്നലെ രാത്രിയാണ് ഷാഫി പറമ്പിൽ MPയെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പേരാമ്പ്രയിൽ ഉണ്ടായിട്ടുള്ള സംഘർഷത്തിൽ ഗുരുതരമായി അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു. അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ മൂക്കിൽ നിന്ന് രക്തം ഒഴുകുന്ന സാഹചര്യമുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ വേളയിലും അദ്ദേഹം മാധ്യമങ്ങളോട് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യങ്ങൾ കൂടി വിശദീകരിച്ച ശേഷം പിന്നീട് കൂടുതലൊന്നും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹം കയറിപ്പോയി. പിന്നീടാണ് അദ്ദേഹത്തെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചത്. മൂക്കിൻ്റെ 2 ഭാഗത്തായി പൊട്ടലുണ്ട് എന്ന കാര്യമാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. അതനുസരിച്ചായിരുന്നു പിന്നീട് ശസ്ത്രക്രിയയ്ക്ക് അദ്ദേഹത്തെ വിധേയമാക്കിയത്. 3 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയക്കൊടുവിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കാര്യമായ പുരോഗതി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവുന്നു. ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെയാണ് ഉള്ളത്. ആരോഗ്യനില വിലയിരുത്തിയ ശേഷം വാർഡിലേക്ക് മാറ്റാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് എന്ന കാര്യം കൂടി ആശുപത്രി അധികൃതർ അറിയിക്കുന്നുണ്ട്. ഈ വേളയിലാണ് പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിക്കൊണ്ട് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹവുമായി സംസാരിക്കുകയും ചെയ്തത്. രാവിലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അതുപോലെ തന്നെ MK രാഘവൻ MP, ഉണ്ണിത്താൻ MP തുടങ്ങിയവരെത്തിയിരുന്നു. അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ചെയർമാനായിട്ടുള്ള ഗോകുലം ഗോപാലും എത്തി. അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന് നേരിയ തോതിൽ സംസാരിക്കാൻ കഴിയുന്നുണ്ട് എന്ന കാര്യം കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. വൈകാതെ തന്നെ റൂമിലേക്ക് മാറ്റാൻ കഴിയും, വാർഡിലേക്ക് മാറ്റാൻ കഴിയും എന്ന കാര്യം കൂടി ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഇതോടൊപ്പമാണ് അല്പസമയം മുമ്പ് അദ്ദേഹത്തോട് പ്രിയങ്ക ഗാന്ധി കൂടി സംസാരിച്ചു. ഫോണിലാണ് ബന്ധപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കൂടി പരിശോധിച്ചു. എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ള വിവരങ്ങളാണ് പ്രിയങ്ക ഗാന്ധി തേടിയത്. ഇപ്പോൾ നേരിയ തോതിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഏതാനും ദിവസങ്ങൾ അദ്ദേഹത്തിന് ഏതായാലും ഷാഫിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി MP അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ, ആരോഗ്യ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. കെ.സി. വേണുഗോപാൽ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഇന്ന് വൈകിട്ട് 3 മണിക്ക് പേരാമ്പ്രയിൽ നടക്കുന്ന പ്രതിഷേധ സംഗമത്തിൽ സർക്കാരിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധം നിലപാടും സ്വീകരിക്കാനാണ് സാധ്യതയുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.